ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂന്ന് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. 5 സ്റ്റാറിന്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ മോൻ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി എന്ന പോലെ ശങ്കർ ഒന്നും ചെയ്യാതിരുന്നുവെങ്കിൽ ക്ലാസിക്കായി തന്നെ തുടരുമായിരുന്ന ഇന്ത്യൻ എന്ന കഥാപാത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി പറയിപ്പിക്കാൻ വേണ്ടി ശങ്കർ സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തു വന്ന ഇന്ത്യൻ 2 എന്ന ചിത്രം കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ്. കുറച്ച് ടെക്നിക്കൽ മിസ്റ്റേക്സുകളും ചില കണ്ടിന്യൂറ്റി മിസ്റ്റേക്സും കുറച്ച് ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കം ബാക്ക് ഇന്ത്യ എന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഉണ്ടാക്കണം. അദ്ദേഹം എന്തിനു തിരിച്ചു വരണം എന്നുള്ളത് തെളിവോടെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കും. നിങ്ങളെ ആദ്യം കം ബാക്ക് ഇന്ത്യ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു വിളിച്ച ഞാനാ. ഇപ്പൊ ഞാൻ പറയാ, ഗോ ബാക്ക് ഇന്ത്യൻ, ഗോ ബാക്ക്. സിനിമയുടെ തുടക്കത്തിൽ ബാർക്കിംഗ് ഡോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരാൾ റോഡിലൂടെ വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരാളുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ സീനിൽ അയാൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അയാളുടെ വലത്തെ സൈഡിൽ ഒരു സ്ത്രീ നിന്ന് സാധനം മേടിക്കുന്നതായും ഇടത്തെ സൈഡിൽ ചില വണ്ടികൾ കിടക്കുന്നതായും കാണാം. എന്നാൽ തൊട്ടടുത്ത് വരുന്ന ഷോട്ടിൽ തന്നെ ഇതെല്ലാം തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് വരുന്ന ഷോട്ടിൽ ആദ്യത്തെ കണ്ടിന്യൂറ്റിയായി ആ കാര്യങ്ങളെല്ലാം ആവർത്തിച്ചു വരുന്നതായും കാണാം. ഈ പെൺകുട്ടിയുടെ അയൽവാസിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അയാളുടെ മകൻ കുറച്ച് ബാഗുകളുമായി ഒരു കാറിൽ കയറി പോകുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ സമയം ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇത് കാണുന്നുമുണ്ട്. ആ സീനിൽ അയാൾ കാറിലേക്ക് ഒരു സഞ്ചി കൊണ്ടുവന്ന് വെക്കുകയും കാറിന്റെ ഡോറിന്റെ തൊട്ടടുത്ത് നിന്ന് മുന്നിലുള്ള ഗേറ്റിന്റെ പുറകിലായിട്ട് നിന്നാണ് ഈ കാര്യം കാണുന്നത്. എന്നാൽ പിന്നീട് ചിത്ര എന്ന കഥാപാത്രം ആ പയ്യനെ CCTVയിലെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ നേരത്തെ അയാൾ ഗേറ്റിന്റെ പുറകിലായി ഡോറിന്റെ സൈഡിലാണ് നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഗേറ്റിന്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് സഞ്ചിയൊന്നും കയ്യിലില്ലാതെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുള്ള ഒരാൾ ഒരു പയ്യൻ വിദ്യാഭ്യാസ ലോൺ എടുത്തതിന്റെ വീഡിയോ കാണുന്നുണ്ട്. ഈ സമയം അയാൾ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ എന്നിട്ടും ആ ഫോണിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്ന സിഗ്നൽ കൊടുത്തിരിക്കുന്നതായി കാണാം. സോ ഇത്തരത്തിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാലും ചാർജ് കയറുന്ന തരത്തിലുള്ള ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതിനുശേഷം ജോലിക്ക് വേണ്ടി കൈക്കൂലി ചോദിക്കുകയും പിന്നീട് ചതിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സമയം ആ പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ നേരെ താഴേക്ക് വരാതെ പകരം ഹൊറിസോണ്ടലായി കുറച്ചു ദൂരം സഞ്ചരിക്കുന്നത് പോലെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. പിന്നീട് താഴോട്ട് വീഴുന്നുണ്ടെങ്കിലും അവിടെ വെച്ചും നേരെ താഴേക്ക് വരാതെ വായുവിൽ കൂടി വീണ്ടും തെന്നി സൈഡിലേക്ക് മാറുന്നതായും ഭിത്തിയിൽ പോയി ഇടിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. പിന്നീട് കം ബാക്ക് ഇന്ത്യൻ എന്ന പേരിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഈ പെൺകുട്ടി മരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിത്രവും വീഡിയോയുമെല്ലാമായി വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. സോ ഇവിടെ ഈ പെൺകുട്ടി വീണ് കിടക്കുന്ന ദൃശ്യത്തിൽ ആളുകളെല്ലാം പുറകിൽ ഓടി വരുന്നതായി നമുക്ക് കാണാം. സോ ഈ ഭാഗം സിനിമയിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ ഓടി വരുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ ആരും തന്നെ ഇല്ല. പിന്നീട് പെട്ടെന്ന് ചിത്ര അവിടെ വന്ന് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇരുന്നതിന് ശേഷമാണ് ആളുകളെല്ലാം തടിച്ചു കൂടുകയും പിന്നീടാണ് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നതായും കാണിക്കുന്നത്. സോ ഇങ്ങനെ ഈ പെൺകുട്ടി ഇവിടെ വീണ് കിടക്കുന്നത് ന്യൂസിലോ മറ്റോ വന്നതുപോലെ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുപോലെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് നമ്മളെ ആദ്യം കാണിച്ചിരിക്കുന്ന അതേ ദൃശ്യം തന്നെയാണ്. ഫസ്റ്റ് ചിത്രത്തിൽ ഇന്ത്യൻ എന്ന കഥാപാത്രം ഒരു അമാനുഷികനായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടാണ് അയാൾ വിജയിച്ചു പോകുന്നതായിട്ട് കാണിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയിൽ ഇയാളെ ഒരു അമാനുഷികൻ എന്ന പോലെ ഫസ്റ്റ് ബോട്ടിൽ വെച്ച് കൊല്ലുന്നയാളുടെ അടുത്തേക്ക് ഇയാൾ എങ്ങനെ എത്തി എന്ന് പോലും കാണിക്കുന്നില്ല. വില്ലനും മറ്റും എത്തിയിരിക്കുന്നത് ഹെലികോപ്റ്ററിലാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള കടലിന് നടുക്കുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇയാൾ എങ്ങനെ അവിടെ എത്തിയെന്ന് കാണിക്കുന്നില്ല. കൂടാതെ ഈ കഥാപാത്രം മ്യൂസിയത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളും കാണിച്ചിട്ടില്ല. അതുകൂടാതെയും ഈ ഒരു കഥാപാത്രത്തെ അമാനുഷികനാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് ഒരു വില്ലൻ കഥാപാത്രം ബഹിരാകാശത്ത് എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. അയാൾ ഓൾറെഡി തന്നെ പലപ്പോഴും പ്രാക്ടീസ് ചെയ്ത കാര്യമാണ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ബുദ്ധിമുട്ടി പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ഈ താത്ത കഥാപാത്രം പെട്ടെന്ന് ആ സ്പേസ് സ്യൂട്ട് കാണുകയും അതിട്ടുകൊണ്ട് അങ്ങ് കയറി മേയുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരിക്കലും താൻ യൂസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു യൂണിസൈക്കിൾ നിമിഷ നേരം കൊണ്ട് പഠിച്ച് അതിലേക്ക് ചാടി കയറുകയും ഒരു നിമിഷം കൊണ്ട് ബാലൻസ് ചെയ്ത് അങ്ങ് ഓടിപ്പോകുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ഇതുപോലെ ഈ കഥാപാത്രത്തെ ഫസ്റ്റ് ഇന്ത്യൻ സിനിമയിൽ നിന്നും ഒരു അമാനുഷികൻ എന്ന പോലെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരുന്നത്.
ഇതുകൂടാതെയും ഈ സിനിമയ്ക്ക് ഒരുപാട് വലിയ പോരായ്മകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സിനിമയുടെ കഥ തന്നെയാണ്. ഒട്ടും പുതുമയില്ലാത്ത, നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ചും ശങ്കറിന്റെ സിനിമകളിൽ തന്നെ മുതൽവൻ, അന്യൻ, ശിവാജി, ഇന്ത്യൻ തുടങ്ങിയിട്ടുള്ള ശങ്കറിന്റെ സിനിമകളുടെ പ്രധാന തീം തന്നെ അഴിമതിക്കെതിരെയും കൈക്കൂലിക്കെതിരെയും പോരാടുന്നതാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഈ ചിത്രത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ, അന്യൻ, ഐ, എന്തിരണ്ടു എന്നീ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം പല ആളുകളെ പലപ്പോഴായി കൊല്ലുന്നതായി ആവർത്തിച്ച് കാണിക്കാറുണ്ട്. ഓരോ ആളുകളെയും പിടിച്ചുകൊണ്ടുവന്ന് ഓരോ രീതിയിൽ കൊല്ലുന്നതായിട്ട് ഈ ചിത്രങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അത് തന്നെ ഈ സിനിമയിലേക്കും ശങ്കർ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ അന്യനിലും ഐയിലുമെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഓരോ ആൾക്കാരെയും കൊല്ലുന്ന സമയത്ത് ഒരു ഗ്രാഫിക്സിലൂടെ, അന്യനിലാണെങ്കിൽ അന്യൻ കയറുന്ന സമയത്ത് തലയിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് പോകുന്നത് പോലെയും ഐയിലേക്ക് വരുന്ന സമയത്ത് ശരീരം ചുരുങ്ങുന്നത് പോലെയും ഗ്രാഫിക്സിലൂടെ കാണിക്കുന്നുണ്ട്. ആ സാധനം തന്നെ ഇങ്ങോട്ടേക്ക് മർമ്മം പ്രയോഗിക്കുന്ന സമയത്ത് ഗ്രാഫിക്സിലൂടെ വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ ഫാസ്റ്റിലെ ആ ഒരു കൊലപാതകങ്ങളെല്ലാം പേഴ്സണൽ ആയിരുന്നു എന്ന് പറയാം. അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിലാണ് ആ കാര്യങ്ങളെല്ലാം കാണിച്ചിരുന്നത്. എന്നാൽ ഇവിടെ റാൻഡമായി സെലക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ, അന്യനിൽ അന്യൻ പലരെയും സെലക്ട് ചെയ്യുന്നു എന്നതുപോലെ കുറെ ആൾക്കാരെ അങ്ങ് സെലക്ട് ചെയ്ത് കൊല്ലുന്നു എന്നുള്ള രീതിയിലാണ് കാണിച്ചിരുന്നത്. മറ്റൊന്ന് സിനിമയിലെ പാട്ടുകളും BGM ആണ്. ഇന്ത്യൻ സിനിമയിൽ AR റഹ്മാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു പാട്ടുകളും BGM എല്ലാം ഇപ്പോഴും നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ബോറും തോന്നാറില്ല. എന്നാൽ ഈ സിനിമയിൽ വന്നിരിക്കുന്ന പാട്ടുകൾക്കൊന്നും അത്രയും ഒരു ഇഫക്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ BGM ആണെങ്കിൽ പോലും, പ്രത്യേകിച്ച് കമലഹാസന്റെ കഥാപാത്രത്തെ കാണിക്കുമ്പോഴുള്ള ആ സേനാപതി എന്നുള്ള BGM എല്ലാം കേൾക്കുകയാണെങ്കിൽ ബോറായിട്ടാണ് തോന്നിപ്പോകുന്നത്. കൂടാതെ ഫസ്റ്റ് സിനിമയിൽ ആ മർമാണി പ്രയോഗങ്ങൾ നടത്തി ആളുകളുടെ ശരീരത്തിൽ ചില ലോക്കുകളും മറ്റും ഇടുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഉറക്കാനുള്ള മർമ്മം, പാട്ട് പാടാനുള്ള മർമ്മം, നാണം വരാനുള്ള മർമ്മം, എന്തിന് ഇടിക്കുന്ന സമയത്ത് കണ്ണട തെറിച്ചു പോകാൻ വരെ മർമ്മം, ഇങ്ങനെ ആ മർമാണി പ്രയോഗങ്ങളെല്ലാം ഇന്ത്യൻ ഫാസ്റ്റിൽ നിന്നും ഒരു ബോറായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ് ചിത്രത്തിൽ കാണിച്ചിരുന്നത്. കൂടാതെ ഫസ്റ്റ് സിനിമയിൽ ഈ സേനാപതി എന്ന കഥാപാത്രത്തെ ഒരു വിദേശ വസ്ത്രമെല്ലാം ബഹിഷ്കരിക്കുന്ന ആളായിട്ടാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് റേബാൻ ഗ്ലാസും മറ്റും യൂസ് ചെയ്യുന്ന ഒരു മോഡൽ കഥാപാത്രത്തെ പോലെയാണ് കാണിക്കുന്നത്. കൂടാതെ ഈ കഥാപാത്രം തന്നെ അവസാന സീനുകളിൽ പോലീസുകാർ ഇട്ട് ഓടിക്കുമ്പോൾ ആ മരണവെപ്രാളത്തിനിടയിലും ഒരാൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കി ചിരിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നതായും കാണാം. താത്ത വരാറെ എന്ന വീഡിയോയുടെ അവസാനം ഇവരുടെ തന്നെ യൂട്യൂബ് ചാനലുള്ള മറ്റ് വീഡിയോകൾ നെക്സ്റ്റ് ഓപ്ഷനായി വന്ന് കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം ആദ്യമായി ടീച്ചർ ചാടി ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടീച്ചർ പോസ്റ്റിംഗ് എന്നൊരു വീഡിയോ അവിടെ കിടക്കുന്നതായി കാണാം. അത് 6 മിനിറ്റും 45 സെക്കൻഡും എന്നാണ് അവിടെ ഡ്യൂറേഷനായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ തന്നെ ഇവർ ആദ്യം പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാകുകയും ചെയ്യുന്ന സമയത്ത് അത് 6 മിനിറ്റും 45 സെക്കൻഡും ഒന്നുമല്ല, പകരം ഇരട്ടി 13 മിനിറ്റിനും മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു താത്ത എന്ന കഥാപാത്രത്തെ ഒരു അമാനുഷികനായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിരുന്നതെന്ന്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെറും മണ്ടന്മാരെ പോലെയാണ് ചിത്രത്തിലെ പോലീസുകാരെ കാണിച്ചിരിക്കുന്നത്. അതായത് ആ മ്യൂസിയത്തിലെ രംഗം തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഇയാൾ ലൈവ് പോകുമ്പോൾ തന്നെ അവിടെയുള്ള ഫോട്ടോകളും മറ്റും വെച്ചുകൊണ്ട് അതൊരു മ്യൂസിയം ആണെന്നോ ഒരു ആർട്ട് ഗാലറി ആണെന്നോ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഇവർ കുറെ സമയം IP അഡ്രസ്സുകളും മറ്റും തിരഞ്ഞിരുന്നുവെന്നും അതൊന്നും കിട്ടാതെ വരുന്ന അവസരത്തിലാണ് ഇതൊരു മ്യൂസിയം ആണോ എന്നുള്ള ചിന്തയിലേക്ക് കുറെ സമയം കഴിഞ്ഞ് ആ ചിന്തയിലേക്ക് പോകുന്നതായി കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സീനിൽ തന്നെ ആ പോലീസുകാരൻ അത് ഇന്ന മ്യൂസിയം ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും കുറെ നേരം കഴിഞ്ഞാണ് അവിടേക്ക് പോലീസുകാർ എത്തുന്നതായി കാണിക്കുന്നത്. അതായത് ഏത് മ്യൂസിയം ആണെന്ന് പോലീസുകാരൻ തിരിച്ചറിഞ്ഞതിന് ശേഷവും സേനാപതി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതായും അതിനുശേഷം ആ പാട്ടുപാടുന്ന ആളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വീണ്ടും കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതായും ഇങ്ങനെ ഒരുപാട് സമയം ചിലവഴിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഏത് മ്യൂസിയം ആണെന്ന് ആ പോലീസുകാരൻ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്ത് അവിടേക്ക് തിരക്കാൻ ചെല്ലുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സേനാപതിയെ പിടിക്കാൻ സാധിക്കുന്നതായിരുന്നു. കൂടാതെ ഇതിലെ കോടീശ്വരന്മാരെ കാണിച്ചിരിക്കുന്നത് ഒരുമാതിരി കോമാളികളെ പോലെയാണ്. ദേഹത്ത് മുഴുവൻ ഒരുപാട് ആഭരണങ്ങളും ചെങ്ങലകളും എല്ലാം ധരിച്ചിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ചില സീരിയലുകളിലും മറ്റും ഒരുപാട് ധനികരാണെന്ന് കാണിക്കാൻ ഇത്തരത്തിൽ ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് വീട്ടിൽ നടക്കുന്നതായും മറ്റും കാണിക്കാറുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് ആഭരണങ്ങളും മറ്റും കാണിച്ചാലേ അവർ കോടീശ്വരന്മാരാണ് എന്ന് തിരിച്ചറിയൂ എന്നുള്ള വിധത്തിലാണ് ഇവരെ ഇത്തരത്തിൽ ചിത്രീകരിച്ചിരുന്നത്. ഇതിലെ യൂട്യൂബേഴ്സ് തങ്ങളുടെ മാതാപിതാക്കൾ കൈക്കൂലി വാങ്ങുന്നത് വരെ റെക്കോർഡ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്.
ഇതിൽ ഈ പെൺകുട്ടി തന്റെ അമ്മ കൈക്കൂലി വാങ്ങുന്ന കാര്യം ഷൂട്ട് ചെയ്യുമ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആ കാര്യം ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ചിത്ര എന്ന കഥാപാത്രം തന്റെ അച്ഛൻ കൈക്കൂലി വാങ്ങുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ 4 മണിക്കൂറിന് മുകളിലായി ഈ കാര്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് കാണാം. ചിത്രയുടെ അച്ഛൻ ആ കൈക്കൂലിക്കാരനെ പിടിക്കാൻ ആ ഓഫീസിലേക്ക് വന്നത് മുതലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതാനും മിനിറ്റുകൾ മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ. എന്നിട്ടും 4 മണിക്കൂറിന് മുകളിൽ ചിത്ര റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ രാവിലെ എണ്ണീച്ചത് മുതൽ പല്ല് തേച്ചതും കക്കൂസിൽ പോയതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയി ചിത്ര റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ആ ഓടി ആത്മഹത്യ ചെയ്യുന്ന ദർശൻ എന്ന കഥാപാത്രം ഓടിപ്പോകുമ്പോൾ അയാളുടെ ഭാര്യയും മക്കളും ബന്ധുക്കാരും നാട്ടുകാരും എല്ലാവരും അയാളെ ഫോളോ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് ഇയാൾ ഓടി ഒരു പാലത്തിന്റെ മുകളിലെത്തുമ്പോൾ നേരെ ഓപ്പോസിറ്റായി വരുന്ന ഇവരെല്ലാം കാർ കുറച്ചു ദൂരം ഇട്ടതിനു ശേഷം ഇയാളുടെ അടുത്തേക്ക് ഓടി വരികയും ഇയാൾ ചാടി മരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കാണാം കാർ കുറച്ച് ദൂരം ഇട്ടതിനു ശേഷം കുറെ ദൂരം ഓടിയാണ് ഇവർ ഇയാളുടെ അടുത്തേക്ക് എത്തുന്നതും അതുകൊണ്ടാണ് ഇയാളെ തടയാൻ കഴിയാതിരുന്നതും. എങ്കിൽ അവർക്ക് കാറിൽ തന്നെ കുറച്ചുകൂടി ഇയാളുടെ അടുത്തേക്ക് എത്തിയതിനു ശേഷം കാറിൽ നിന്നിറങ്ങി ഇയാളെ തടയാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാളെ രക്ഷിക്കാൻ സാധിച്ചേനെ. പിന്നീട് ഒരു ഭാഗത്ത് ചിത്ര ഒരു പെൺകുട്ടിയുടെ അമ്മ ഓപ്പറേഷനിൽ മരിച്ചുപോയതിന്റെ വീഡിയോ ചിത്രയുടെ കാമുകിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. കാമുകി അത് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ഏകദേശം 3 മിനിറ്റും 20 സെക്കൻഡുമുള്ള വീഡിയോ ആണ് അതെന്ന് കാണാം. അങ്ങനെ വീഡിയോ കാമുകി ഓപ്പൺ ചെയ്യുകയും വീഡിയോയുടെ ടൈം പോകുന്നതിനനുസരിച്ച് അതിലൊരു പോയിന്റ് നീങ്ങി പോകുന്നതായിട്ടും കാണാം. സോ ഏകദേശം ആ പെൺകുട്ടി എന്റെ പേര് കലൈശെൽവിയാണ് എന്ന് പറയുന്ന ഒരു 2 സെക്കൻഡ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു പോയിന്റ് ഏകദേശം വീഡിയോയുടെ 1/4% കടന്നു പോയിരിക്കുന്നതായി കാണാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 7-8 സെക്കൻഡ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു പോയിന്റ് ആ ഒരു വീഡിയോ അവസാനിക്കേണ്ടതാണ്. എന്നാൽ വീഡിയോയുടെ ലെങ്തായി കാണിച്ചിരിക്കുന്നത് 3 മിനിറ്റും 20 സെക്കൻഡും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമയിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ. വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ പെടുത്താം. നമുക്ക് അടുത്ത എപ്പിസോഡോടെ കാണാം. അതുവരെ ബൈ.